ജീവിതത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടോ? എന്നാൽ ആ നന്മയ്ക്ക് പകരമായി നിങ്ങൾക്ക് ലഭിച്ചത് വലിയൊരു പഴിയോ അല്ലെങ്കിൽ തീരാത്ത കുറ്റപ്പെടുത്തലോ ആണോ? എങ്കിൽ ഓർക്കുക, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ചിലർ എത്ര നന്മ ചെയ്താലും അവസാനം കുറ്റക്കാരനായി നിൽക്കുന്നത് ഇവരാണ്. ജ്യോതിഷം പറയുന്നു, ഇത് സ്വഭാവദോഷമല്ല, ഇത് കർമ്മ പരീക്ഷയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നക്ഷത്രമേതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. വേദജ്യോതിഷത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ബൃഹത് പരാശര ഹോരാശാസ്ത്രമനുസരിച്ച് ചില നക്ഷത്രങ്ങൾ ശനി, രാഹു, കേതു തുടങ്ങിയ ഗ്രഹങ്ങളുടെ ഗഹനമായ പരീക്ഷണങ്ങൾ നേരിടും. നന്മ ചെയ്താലും പഴി വരുന്ന നക്ഷത്രങ്ങൾ: തിരുവാതിര. അധിപതി രാഹു. സ്വഭാവം ഉള്ളിൽ നല്ലവർ, പുറത്ത് തെറ്റായി മനസ്സിലാക്കപ്പെടുന്നവർ. എന്തുകൊണ്ട് പഴി? രാഹുവിന്റെ മായാഭാവം. അവരുടെ പ്രവൃത്തി തെറ്റായി അവതരിപ്പിക്കപ്പെടും. 2026 മുന്നറിയിപ്പ്: ഒരാൾ നിങ്ങളെ തെറ്റായി കുറ്റപ്പെടുത്താം. ചോതി. അധിപതി രാഹു. സ്വഭാവം സ്വതന്ത്ര ബുദ്ധിയുള്ളവരും നീതിമാന്മാരും. ആരെയും ആശ്രയിക്കാതെ ഉയരങ്ങളിലെത്താൻ ആഗ്രഹിക്കുന്നവർ. എന്തുകൊണ്ട് പഴി? ഇവർക്ക് സ്വന്തമായ നിലപാടുകൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും അഹങ്കാരികൾ എന്ന് തെറ്റായി മുദ്രകുത്തപ്പെടാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഉടൻ തന്നെ പഴയ നന്മകൾ മറന്ന് എല്ലാവരും ഇവരെ കുറ്റപ്പെടുത്തും. ജ്യോതിഷ കാരണം രാഹുവിന്റെ സ്വാധീനം കാരണം ഇവരുടെ വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് കഠിനമായി തോന്നാം. അത് തെറ്റിദ്ധാരണകൾക്ക് വഴിവെറ്റുന്നു. ആയില്യം. അധിപതി ബുധൻ. സ്വഭാവം ബുദ്ധിമാന്മാർ, പക്ഷേ സംശയിക്കപ്പെടുന്നവർ. എന്തുകൊണ്ട് പഴി? അവരുടെ നിശബ്ദതയും രഹസ്യ സ്വഭാവവും ആളുകൾ തെറ്റായി കാണും. കർമ്മപാഠം: വിശ്വാസം എളുപ്പത്തിൽ നൽകരുത്. പൂയം. അധിപതി ശനി. സ്വഭാവം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ. എന്തുകൊണ്ട് പഴി? മറ്റുള്ളവരുടെ തെറ്റുപോലും ഇവരേറ്റെടുക്കും. ശനി പരീക്ഷണം: നീ ശക്തനാണോ എന്ന് പരിശോധിക്കൽ. മകം. അധിപതി കേതു. സ്വഭാവം അഭിമാനം, രാജകീയത. എന്തുകൊണ്ട് പഴി? നേതൃസ്വഭാവം മറ്റുള്ളവർക്ക് അസൂയയുണ്ടാക്കും. മറവിൽ പൂർവജന്മ കർമ്മഫലം. മകൈര്യം. അധിപതി ചൊവ്വ. സ്വഭാവം സത്യാന്വേഷികൾ. എന്തുകൊണ്ട് പഴി? സത്യം പറയുന്നത് ചിലപ്പോൾ ശത്രുക്കളെ സൃഷ്ടിക്കും. ശാസ്ത്രീയമായ കാരണം: ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നു, കർമ്മം ചെയ്യുക, ഫലമാശ്രയിക്കരുത്. ചില നക്ഷത്രങ്ങൾ ജീവിതത്തിൽ നിഷ്കാമ കർമ്മം പഠിക്കാനാണ് ജനിക്കുന്നത്. നിങ്ങൾ ചെയ്ത നന്മ ഒരിക്കലും നഷ്ടമാകില്ല. ഇപ്പോൾ കിട്ടുന്നത് പഴിയാകാം, പക്ഷേ സമയം വരുമ്പോൾ അത് അനുഗ്രഹമാകും. ശനി, രാഹു, കേതു നൽകുന്ന പരീക്ഷണം അവസാനത്തിൽ ആത്മീയ ഉയർച്ചയാകും. അവസാനമായി ഒരു കാര്യം കൂടി ഓർക്കുക. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശം കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന എന്നാണ്. അതായത്, കർമ്മം ചെയ്യുക, ഫലമാശ്രയിക്കരുത്. നിങ്ങൾ ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ ലോകം നിങ്ങളെ അംഗീകരിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയും പ്രപഞ്ചം കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ പഴികൾ വാസ്തവത്തിൽ നിങ്ങളുടെ സഹനശക്തിയും ആത്മീയതയും വർദ്ധിപ്പിക്കാനുള്ള ഗ്രഹങ്ങളുടെ പരീക്ഷണം മാത്രമാണ്. കാലം തെളിയുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ തന്നെ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്ന ഒരു സമയം വന്നെത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലുള്ള ജ്യോതിഷ സംബന്ധമായ അറിവുകൾക്കായി ആസ്ട്രോ ടോക്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.